ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ പേയ്മെന്റിന്റെ ജനപ്രീതിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഏറ്റവും ഈസിയായി ഏറ്റവും വേഗത്തിൽ പണം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ ഒരു ചെറിയ തെറ്റ്, അതായത് നിങ്ങൾ എൻ്റർ ചെയ്ത UPI ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ തെറ്റിപ്പോയാൽ പണം പോകുന്ന ബാങ്ക് അക്കൗണ്ട് തന്നെ മാറിപ്പോകും. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ പണം എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതാകും യൂസേഴ്സിനുണ്ടാകുന്ന പ്രധാന ആശങ്ക. എന്നാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്നു, നടപടികൾ സ്വീകരിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും പണം തിരികെ കിട്ടാനുള്ള സാധ്യതയും. ഇതുകൂടാതെ പണം ലഭിച്ചയാളുടെ സഹകരണം, ബാങ്കിൽ നിന്നുള്ള ഔട്ട്കം, NPCI ഇൻവെസ്റ്റിഗേഷൻ എന്നിവയും പണം റിക്കവറി ചെയ്യുന്നതിനെ സ്വാധീനിക്കുന്നു. അതെ, പണം അയച്ച അക്കൗണ്ട് മാറിപ്പോയെങ്കിൽ അല്ലെങ്കിൽ തെറ്റിപ്പോയെങ്കിൽ ഇനി സമയം പാഴാക്കാനില്ല എന്ന ബോധ്യമുണ്ടാകണം. നിങ്ങൾ എത്ര വേഗത്തിൽ പ്രവർത്തിക്കുന്നോ അത്രയും വേഗം പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിന്റെ ആദ്യ പടി എന്നത് ബാങ്കിനെ ബന്ധപ്പെടുക അല്ലെങ്കിൽ UPI ആപ്പ് സപ്പോർട്ടുമായി ബന്ധപ്പെടുക എന്നതാണ്. അതായത് എത്രയും വേഗം ബാങ്കിന്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടണം അല്ലെങ്കിൽ UPI ആപ്പ് സപ്പോർട്ട് ടീമിനെ സമീപിക്കണം. തുടർന്ന് ട്രാൻസാക്ഷൻ വിവരങ്ങൾ അവർക്ക് നൽകാം. ഇതിൽ ട്രാൻസാക്ഷൻ ID, ഇടപാട് നടത്തിയ സമയവും തീയതിയും, എത്ര പണം അയച്ചു, പണം റിസീവ് ചെയ്ത ആളുടെ UPI ID അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്നിവയാണ് ഉൾപ്പെടുന്നത്. പരാതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ഇതിന്റെ മേൽ ഒരു അന്വേഷണം നടത്തും. തുടർന്ന് ഏത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്കാണോ പണം പോയത് അവരുമായി സഹകരിച്ച് പണം റിക്കവർ ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും. UPI പണമിടപാട് കൈകാര്യം ചെയ്യുന്നത് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI ആണ്. പണമിടപാടിൽ ഉണ്ടാകുന്ന ഇത്തരം തെറ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ബാങ്കും NPCIയും സംയുക്തമായി ട്രാൻസാക്ഷൻ പരിശോധിക്കും. ടെക്നിക്കൽ പ്രശ്നമാണെന്ന് വ്യക്തമായാൽ റീഫണ്ട് പ്രക്രിയ ആരംഭിക്കും. ഇനി പണം എത്തിയത് സാധുവായ ഒരു അക്കൗണ്ടിലാണെങ്കിൽ റിക്കവറി നടക്കുക പണം ലഭിച്ചയാളുടെ കൺസെന്റിനെ ആശ്രയിച്ചിരിക്കും. ബാങ്കിന് ഒരിക്കലും നിർബന്ധപൂർവമായി റെസിപ്പിയന്റിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനാൽ പണം ലഭിച്ചയാളുടെ സമ്മതത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. പലപ്പോഴും പണം തിരികെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടിന് പ്രധാന കാരണം ഈ പണം ലഭിച്ചയാൾ അത് ചിലവഴിക്കുക, ഫണ്ട് തിരികെ നൽകാൻ തയ്യാറാകാതിരിക്കുക, ട്രാൻസാക്ഷനിൽ ടെക്നിക്കലായ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയാതെ പോകുക, പണം അയച്ചത് അജ്ഞാതമായ അല്ലെങ്കിൽ വ്യാജ അക്കൗണ്ടിലേക്കാകുക എന്നതെല്ലാമാണ്. ഇത്തരം സാഹചര്യത്തിൽ ബാങ്കിന് ഇടപെടാൻ പരിമിതികൾ ഉണ്ടാകും. ഇതോടൊപ്പം പണം അയച്ചയാൾ നിയമപരമായ സഹായം തേടലിനായി പോലീസിലോ കൺസ്യൂമർ കോടതിയിലോ പരാതി രജിസ്റ്റർ ചെയ്യണം. ഇനി നിയമപരമായ നടപടികൾ കൊണ്ട് ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇതിന് കാലതാമസം ഉണ്ടാകുമെന്നതാണ് ആദ്യത്തെ പ്രശ്നം. തെളിവുകൾ, പണമിടപാടിന്റെ രേഖകൾ, ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്നിവയെ എല്ലാം ആശ്രയിച്ചിരിക്കും പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത. UPIയിലൂടെ ഇടപാടുകൾ നടത്തുമ്പോൾ അക്കൗണ്ടുകൾ മാറി അയക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഇതിൽ പ്രധാനമായും ചെയ്യാൻ കഴിയുക. തെറ്റായ പണമിടപാട് നടത്തിയാൽ ബാങ്കോ NCPIയോ റീഫണ്ട് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അവർക്ക് റെസിപ്പിയന്റുമായി ആശയവിനിമയം നടത്താൻ അവസരമുണ്ടാക്കാൻ കഴിയും. ഒപ്പം ടെക്നിക്കൽ പ്രശ്നങ്ങളും അന്വേഷിക്കാം എന്ന് മാത്രം.